BArc പൂർത്തിയാക്കി 1 വർഷം ജോലി ചെയ്തതിനു ശേഷം സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത ആർക്കിടെക്റ്റായ സിസ്റ്റർ ജിസ തെരേസിന്റെ ദൈവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ദിവ്യകാരുണ്യ ഈശോയോടും വചനത്തോടുമുള്ള സ്നേഹമാണ് സന്യാസ ജീവിതം തെരഞ്ഞെടുക്കാൻ SABS സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ജിസയെ പ്രേരിപ്പിച്ചത്. എനിക്ക് ചെറുപ്പം മുതൽ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു 8ാം ക്ലാസ് മുതൽ ആർക്കിടെക്ചർ പഠിക്കാൻ ഒരു ആഗ്രഹം, ഒരു വരയ്ക്കാൻ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ പോയതാണ്. പിന്നെ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് അതിന് കോച്ചിങ്ങിനൊക്കെ പോയി. അപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു പാഷനായിരുന്നു. അപ്പോൾ അത് നല്ലൊരു പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിനേക്കാൾ ഉപരിയായിട്ടൊരു ആ പാഷനേക്കാളും വലിയൊരു പാഷനാണ് ഈശോ ആയിട്ട് മാറി. അപ്പോൾ അതെല്ലാം വിട്ടുപേക്ഷിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്ന് തോന്നി. ഹ്യൂമൻ കാരിക്കേച്ചർ അങ്ങനത്തെ വരയ്ക്കുന്നത് കുറവാണ്. കൂടുതലും ഇങ്ങനെ സ്കീമാറ്റിക് സ്കെച്ചസും ആ ഒരു രീതിയിലാണ്, ക്രാഫ്റ്റ് വർക്കും അങ്ങനത്തെ ഇതിലാണ് കൂടുതൽ ചെയ്യാറുള്ളത്. ഇനി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഈശോയുടെ കാര്യങ്ങൾ കൂടുതൽ വ്യാപൃതിയാകണം എന്നാണ് താല്പര്യം. പിന്നെ ദൈവത്തിന്റെ ഹിതം ഏത് വഴിയാണോ അധികാരിലൂടെ വെളിപ്പെടുന്നത് അതിനോട് സഹകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 24-ാമത്തെ വയസ്സിലാണ് ജിസ സന്യാസ ജീവിതം തെരഞ്ഞെടുക്കുന്നത്. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BArc പൂർത്തിയാക്കിയ ജിസ 1 വർഷം ജോലി ചെയ്തതിനു ശേഷമാണ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പഠിച്ചു കഴിഞ്ഞ് 1 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് PGക്ക് അപ്ലൈ ചെയ്ത് PGക്ക് പോകാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷന് തൊട്ട് മുമ്പാണ് എനിക്ക് കൂടുതലൊരു പ്രചോദനം, ഇപ്പം തന്നെ പോകണം, ഇതാണ് സമയം എന്ന് മനസ്സിൽ തോന്നിയപ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങി അങ്ങനെ തീരുമാനമെടുത്തു. ഞാൻ പ്രത്യേകമായിട്ട് കോളേജിൽ പഠിച്ച സമയത്താണ് കൂടുതൽ ഈശോയായിട്ടൊരു വ്യക്തിബന്ധത്തിലേക്ക് അടുക്കുന്നത്. അപ്പം നമ്മൾ തന്നെ ഹോസ്റ്റലൊക്കെ നിൽക്കുമ്പം ഡെയിലി വിശുദ്ധ കുർബാനയ്ക്ക് പോകാനൊക്കെ ഒരു 10ാം ക്ലാസ് മുതൽ തുടങ്ങി. ഇപ്പൊ സാവധാനം ഈ ദിവ്യകാരുണ്യ ഈശോയിലുള്ള ഈശോയുടെ സജീവ സാന്നിധ്യം, അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു ആശ്വാസവും ആനന്ദവും എല്ലാം അനുഭവിച്ചു തുടങ്ങിയപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്ന് തോന്നുകയും, പിന്നെ എൻ്റെ പഠന സമയങ്ങളിലെല്ലാം ഈശോ കൈപിടിച്ച് നടത്തുന്ന അനുഭവവും, പിന്നെ ഈശോനെ ഉയർത്തിയ അനുഭവങ്ങളും, പഠനത്തിൽ നല്ല വിജയവും, അങ്ങനെ ഈശോ എന്നെ ദൈവവിളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പത്രോസിലേക്ക് വല നിറച്ച് മീൻ കൊടുത്തതിന് ശേഷം എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ ഈശോയുടെ സ്വരം പോലെ. അപ്പോൾ എല്ലാ ദാനങ്ങൾക്കും ഉപരിയായി ഈശോയാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പൊ അത് തിരിച്ചറിഞ്ഞപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് തീവ്രമായ ആഗ്രഹം വന്നു. അങ്ങനെ നടത്തിച്ചു. ചെറുപ്പം മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പിന്നീട് അത് വളർന്ന് ദിവ്യകാരുണ്യ ഈശോയോടും വചനത്തോടും ഉള്ളൊരു സ്നേഹം കാരണമാണ് ഒരു അനുഭവമായും അനുഭവിച്ചപ്പോൾ നടത്തി ചേരാൻ തീരുമാനിച്ചു. ആദ്യം പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് പറഞ്ഞത്. ചെറുപ്പത്തിൽ പറയുന്നെങ്കിലും പിന്നീട് പറഞ്ഞിരുന്നില്ല. അപ്പം 24ാമത്തെ വയസ്സിൽ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് എന്താ അങ്ങനെ തോന്നി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നല്ലൊരു കാര്യത്തിനല്ലേ, നീ പൊക്കോളാൻ പറഞ്ഞു. പരിശീലന കാലഘട്ടങ്ങൾ ദൈവഹിതത്തിനനുസരിച്ചുള്ള ജീവിതം തെരഞ്ഞെടുക്കുവാൻ സഹായകരമായെന്നും ജിസ പറയുന്നു. ഫോർമേഷൻ വളരെ നല്ലതായിട്ട്, അങ്ങനെയല്ല, നമ്മളെ വ്യക്തിപരമായിട്ട് മിസ്ട്രസ് മനസ്സിലാക്കുകയും നമ്മുടെ ആത്മാവിന്റെ അവസ്ഥകൾ വരെ അവർക്ക് നന്നായി മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ആത്മാവിന്റെ വളർച്ചയിൽ ഒത്തിരി സഹായകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ എന്നെ തന്നെ കണ്ടെത്തുവാനും അത് ഏറെ ഫോർമേഷൻ കാലഘട്ടങ്ങളിൽ ഏറെ സഹായകമായിരുന്നു. ദിവ്യകാരുണ്യ ഈശോയുമായിട്ട് തിരുവചനങ്ങൾ വായിച്ച് അതിനെ കുറിച്ച് ധ്യാനിക്കാനും കൂടുതലായിട്ടും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കാനാണ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രാർത്ഥിക്കാനും ഈശോയോട് സംഭാഷിക്കാനും ഒക്കെ സാധിക്കുന്നത്. ഉപയോഗിച്ച ഈശോയെ എല്ലാവർക്കും പകർന്നു കൊടുക്കണം, ആ സ്നേഹം പകർന്നു കൊടുക്കണം എന്നുള്ള ആഗ്രഹമാണ് മനസ്സിലുള്ളത്. വിവാഹാലോചനകൾ വന്നിരുന്നുവെങ്കിലും ക്രിസ്തുവിനായി സ്വയം സമർപ്പിച്ച് ഒരു സന്യാസിനിയാകുവാനാണ് തന്റെ വിളിയെന്ന് ജിസ മനസ്സിലാക്കുകയും അതിന് ദൈവത്തോടെ യെസ് പറയുകയും ചെയ്തു. അടുത്ത കഴിഞ്ഞപ്പോൾ ഏതാണ് എൻ്റെ ദൈവവിളി എന്നുള്ളൊരു കുറച്ച്, അതായത് കുടുംബജീവിതമാണോ അതോ സന്യസ്ത ജീവിതമാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കൂടുതൽ പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോഴാണ് എനിക്ക് ഉള്ളിൽ നിന്നൊരു ബോധ്യം വന്നത്, ഈശോയ്ക്ക് വേണ്ടി ഫുള്ളായിട്ട് എൻ്റെ ജീവിതം കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം. ഫുള്ളായിട്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നവും അല്ല, കർത്താവിന്റെ ദയയാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്ന വചനമാണ് എൻ്റെ ദൈവവിളിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് ഓർമ്മ വരുന്നത്. കാരണം ഈശോയുടെ കാരുണ്യമാണ് ഈ വിളി. അപ്പൊ ഇനി ആ വിളിയോട് പൂർണ്ണമായിട്ട് ഈശോയുടെ ഹിതത്തോട് സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ആർക്കിടെക്ട് പഠനത്തിന് ശേഷം സ്വന്തം വീടിന്റെ റെനോവേഷൻ അടക്കം നിരവധി വർക്കുകൾ ജിസ ചെയ്തിട്ടുണ്ട്. ജോലി ചെയ്ത് ഞാൻ എറണാകുളത്ത് തന്നെ RGB ആർക്കിടെക്ചർ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജൂനിയർ ആർക്കിടെക്ട് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് പല ബിൽഡിങ്സിലും അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ചെറിയൊരു റെനോവേഷൻ നടത്തി, പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടൊക്കെ പ്ലാൻ വരച്ചു കൊടുക്കാനും
അങ്ങനെയൊക്കെ സാധിച്ചിട്ടുണ്ട്. ദൈവഹിതം നിറവേറ്റണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. സിസ്റ്റർ ജിസയുടെ ദൈവവിളിയെ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ആരാധന സന്യാസിനി സമൂഹം നോക്കിക്കാണുന്നത്. വചനം പ്രഘോഷിക്കുക എന്നതാണ് സിസ്റ്റർ ജിസയുടെ മനസ്സിലുള്ള ആഗ്രഹമെന്ന് സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ അനില മണ്ണൂർ പങ്കുവച്ചു. ജിസയുടെ മനസ്സിന്റെ വലിയൊരു ആഗ്രഹമാണ് സുവിശേഷ പ്രഘോഷണം. ദൈവത്തെക്കുറിച്ച് പഠിച്ച് ദൈവത്തെ കൊടുക്കുക, ഇതാണ് ജിസയുടെ മനസ്സിലും ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ജിസ സംസാരിക്കുമ്പോഴും ജിസയുടെ എല്ലാ പെരുമാറ്റ ശൈലിയിലും പ്രാർത്ഥനയിലും എല്ലാം കൂട്ടുകാരോടൊപ്പമുള്ള സംഭാഷണങ്ങളിലും എല്ലാം ഉയർന്നു വരുന്നത് ജിസായുടെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം ഈശോയെ കൊടുക്കുക. ജിസായ്ക്ക് മാത്രമല്ല, ജിസായുടെ മാതാപിതാക്കളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം മാതാപിതാക്കൾക്കും ആഗ്രഹം ജിസായെ മറ്റൊരു ഫീൽഡിലേക്ക് വിടുന്നതിനെക്കുറിച്ച് അവർക്ക് വലിയ താല്പര്യമില്ല. അവരുടെ പേരൻസും ആഗ്രഹിക്കുന്നത് ഈശോയെ കൊടുക്കാനുള്ള ഏതെങ്കിലും ഫീൽഡുകളാണ്. സുവിശേഷ പ്രഘോഷണമാണ് പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത്. പേരൻസിനോട് സംസാരിച്ചപ്പോഴും അവരുടെ ആഗ്രഹവും അത് തന്നെയാണ്. 2023 ഏപ്രിൽ 12 ഇരിട്ടി കിളിയന്തറ SABS പ്രൊവിൻഷ്യൽ ഹൗസ് ചാപ്പലിൽ നടന്ന ആദ്യവ്രത വാഗ്ദാന ശുശ്രൂഷകൾക്ക് തലശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോസഫ് പാമ്പളാനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നമ്മെ സ്നേഹിക്കുകയും നമുക്കായി സ്വയം സമർപ്പിക്കുകയും ചെയ്ത മിശിഹായുടെ പെസഹാരഹസ്യം ജീവിതത്തിൽ പ്രകാശിപ്പിക്കുക ഈ കുരിശും മെഡലും ജപമാലയും നിരന്തരം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അഭിഷേകം ചെയ്യണേ ആത്മാവേ, ആദരനാകണേ ആത്മാവേ. പ്രിയ മകളെ, ആദരവോടും ഭക്തിയോടും കൂടെ ഈ സന്യാസ വസ്ത്രം സ്വീകരിക്കുക. ഇത് നിനക്ക് എന്നും ഒരു ആത്മീയ പടച്ചട്ടയായിരിക്കട്ടെ. അഭിഷേകം ചെയ്യണേ ആത്മാവേ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ അനുകരിച്ച് ജീവിക്കുവാൻ സഹോദരിക്കിടയാകട്ടെ. അവിടുത്തോടൊപ്പം നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ദൈവം സഹോദരിയെ സഹായിക്കുകയും ചെയ്യട്ടെ. നല്ല ഓട്ടം പൂർത്തിയാക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ കിരീടം നേടുവാൻ സിസ്റ്ററിനെ സഹായിക്കട്ടെ. സുവിശേഷ പ്രഘോഷ രംഗത്ത് സഭയുടെ ഭാവി വാഗ്ദാനമായി സിസ്റ്റർ ജിസയെ വളർത്തിക്കൊണ്ടുവരികയെന്നതാണ് ആരാധന സന്യാസിനി സമൂഹം ലക്ഷ്യമിടുന്നത്. ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെങ്ങും എത്തിക്കുക എന്നതാണ് സഭയുടെ ദൗത്യം. പരിശീലനകാലം മുതലേ യുവ സന്യാസിനിമാരെ സുവിശേഷ പ്രഘോഷണത്തിലും സഭയുടെ കാര്യസം വിശ്വാസി സമൂഹങ്ങളിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കുന്ന SABS സന്യാസിനി സമൂഹത്തോടൊപ്പം സിസ്റ്റർ ജിസ സഭയ്ക്ക് വിശുദ്ധമായ ദൈവവിളികൾ ലഭിക്കുവാൻ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. എറണാകുളം കളമശ്ശേരി മാവേലിത്തുരുത്തൽ ജോർജ് ജാൻസി ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ ജിസ.